ഹലോ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഇന്നലത്തെ പോലെയാണ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞതാ വീട്ടിലെത്തി. നമ്മൾ അടുക്കളയിൽ എന്തിനാണ് പരിപാടി എന്ന് നോക്കാം. അടുക്കളയിൽ ഒരാൾ പൊരിഞ്ഞ പോരാട്ടമാണ്. ഇല്ലേ, എന്തിനാണ് പരിപാടി? പരിപാടിയൊന്നും ഇല്ലേ? തൊണ്ടയിൽ സൗണ്ടൊക്കെ ഇവിടെ പോയി. പനി? ഓ അയ്യോ, ചുട്ടു പൊള്ളുന്നു. ചമ്മന്തി. അപ്പം ഇന്ന് ദോശ. നോക്കട്ടെ, ദോശ ദോശ ചമ്മന്തി, മീൻ കറി, മീൻ പൊരിച്ചത്. പിന്നെ അതെന്തേര് നോക്കട്ട്. ഫുള്ളൊന്നും ഇല്ലേ, ഇതൊരെണ്ണം എനിക്കുള്ളൂ. നീ ഒന്നാ രണ്ടെടുത്തു. മീൻ പൊരിച്ചുണ്ടാന്ന് നോക്കട്ടെ. നല്ല പറയാനുള്ളത്. ഓ ഏ, അപ്പം സെറ്റാണ്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. വീട്ടിൽ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ ലൈറ്റ് ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. ഞാൻ കുളിക്കാൻ പോകണം. കുളിച്ചിട്ട് ഡ്രസ്സിൽ വെള്ളം കോരി സെറ്റ് ചെയ്തിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് നേരെ വർക്കിന് പോകണം. അപ്പം കുളിച്ചിട്ട് വന്നിട്ട് വേണേ. ദോശ ചമ്മന്തി. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണേ. സുല കുറച്ച് മീൻകറിയും കൂടെ എടുക്കാൻ പോയിട്ടുണ്ട്. മീൻകറിയും ദോശയും ചമ്മന്തി. മീൻകറി ഒരു പൊരിച്ച മീൻ തരുമോ? തരൂല. ഓക്കെ, ഞാൻ പോട്ട്. എന്നും താമസിച്ചിട്ട് എന്നും ഞാൻ എത്ര സ്പീഡായിട്ട് ചെയ്തിട്ടും ഇനി ഇതിനെക്കാട്ടും രാവിലെ എഴുന്നേറ്റാലേ പറ്റുള്ളൂ. മീൻ കറി അയ്യ തെറ്റ്. ചമ്മന്തി മീൻ കറി. അപ്പോൾ ഓക്കെ, കഴിച്ചിട്ട് വരാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ വർക്കിന് പോയി ഇറങ്ങി കേട്ടോ. നല്ല മഴക്കോളുണ്ട്. അറിയത്തില്ല വർക്ക് കാണുമെന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും ഇറങ്ങാം. ഇഷ്കര തീർന്ന സാധനം പറക്കിട്ട് നീ എന്താ രാവിലെ വിളിച്ചത്? നീ വിളിച്ച് എന്തിനാണ് 7 കെട്ടിയ? ഓ നല്ല. അപ്പോൾ ഇന്ന് നമുക്ക് അപ്പോൾ നമ്മൾ സൈറ്റിലെത്തി കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്ക് മതിൽ കെട്ടാണ്. ഈ പാല് വെച്ച് കഴിഞ്ഞ വീടുണ്ടായിരുന്നല്ലേ, ആ വീടിൻ്റെ മതിലായിട്ടാണ്. അതിൻ്റെ താവൊക്കെ കറക്കിച്ചിട്ട് നമ്മൾ അങ്ങ് അറ്റം വരെ പോകണം കേട്ടോ. അവിടെ നിന്ന് എൽ ഷേപ്പാണ്. അപ്പോൾ നമ്മൾ മേശരിമാരെ നമ്മളെല്ലാവരും ഇപ്പോൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സ് മാറാൻ പോകണം കേട്ടോ. ഡ്രസ്സ് മാറിയിട്ട് പരിപാടി തുടങ്ങാം. എന്തേര് അപ്പോൾ നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. കാപ്പി കുടിക്കാനായിട്ട് ടൈം ആയപ്പോൾ നമ്മൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് താബൂക്ക് അടുത്തല്ലേ ഇരിക്കുന്നത്. പറഞ്ഞാൽ ഇവിടെ തറ താന്നു പോകും. വണ്ടി വരുന്ന ഭാഗം ഇത്തിരി മണ്ണ് ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ താബൂക്ക് ഇവിടെ നിന്നാണ് ലോഡ് ചെയ്യേണ്ടത്. അവിടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി താബൂക്കൾ, ഈ ഇരിക്കുന്ന താബൂക്കളാണ് നമുക്ക് എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ട് ഇടേണ്ടത്. അപ്പോൾ അതിൻ്റെ താമസമുണ്ട്. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു നീളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പടപട കെട്ടിപ്പോ. അപ്പോൾ നമ്മൾ കാപ്പിടിക്കാൻ വേണേ. കാപ്പിടിച്ചിട്ട്
സമയം 1 മണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ചോറ് കഴിക്കാൻ ഇറങ്ങി. ആ സീഡി പൊരിച്ചതാണ് കേട്ടോ. സീഡി പൊരിച്ചത് നിങ്ങളുടെ എല്ലായിടത്തും പല സ്ഥലത്തും ഇതിന് പല പേരാണല്ലേ. നമ്മളിവിടെ സീഡി, ഓസാമ്പാര എന്നൊക്കെ പറയും. പിന്നെ ഓംലെറ്റ്, മീൻകറി. എൻ്റെ ഫേവറേറ്റ് മീനുകളിലൊന്നാണ് കേട്ടോ സീഡി ഈ ഓസാമ്പാര. അത് പൊരിച്ചതും കറി വെച്ചതും തൊട്ട് ഇതിൻ്റെ വലുതൊക്കെ കിട്ടും. നല്ല ടേസ്റ്റാണ്, മാരക ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓസാമ്പാര. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. കുറച്ച് മുട്ട, കുറച്ച് ഓസാമ്പാര പൊരിച്ചതും എല്ലാം കൂടെ ഇട്ട്. ഞാൻ ഇവിടെ ഇന്ന് തോരനില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണേ. ഇനി കഴിച്ചിട്ടാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം മാരക വർക്കായിരുന്നു, മാരക പണിയായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. നമുക്കിന്ന് ഇത്രയും ഭാഗത്ത് എത്തിക്കണമല്ലോ. കല്ലെത്തിരി കുറച്ച് ദൂരമായിപ്പോയി. അടുത്തിരുന്ന കല്ലുകളെല്ലാം തീർന്ന് പിന്നെ അത് ആ ഭാഗത്തു നിന്നാണ് കല്ലുകൾ പറക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി പൈസ വാങ്ങണം. പൈസ വാങ്ങിച്ചിട്ട് അതുവഴി വീട്ടിലോട്ട്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി കേട്ടോ. സംഭവം സുല അടുക്കളയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, പോയി നോക്കാം. എന്തോ പാചകത്തിലാണ് സംഭവം. രാവിലെയും പാചകം, വൈകിട്ടും പാചകം അല്ലേ. എന്തിനാ ഇവിടെ പൊരിച്ച തല? മീൻ കണ്ടിച്ചിട്ട് അതുപോലെ ഉണ്ട്. ഇത് സീഡിയുടെ തലയാണ്. ഇത് നിങ്ങളവിടെ എന്തിരുന്ന് പറയൂലേ? ഈ പെണ്ണിന് എന്തിനു പറയണം? എന്താ നിങ്ങളവിടെ മീനെന്ന് പറയും എന്തോ. അപ്പോൾ ഇതും കൂട്ടി ഒരു പിടി പിടിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോട്ട്. അപ്പം നാളത്തെ കാര്യങ്ങളായിട്ട് നമ്മൾ നാളെ വരാം. അതുവരെ ബൈ.